43 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന് സ്വന്തം ഓഫീസ് യാഥാർത്ഥ്യമായി. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ ഒളിമ്പിക്സ് ഭവൻ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്പോർട്സ് അസോസിയേഷനുകളുടെ ഏകോപനത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുക. ഓഫീസ് തുറന്നതുകൊണ്ട് മാത്രം ലോകോത്തര നിലവാരമുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി സുനിൽകുമാർ പറഞ്ഞു. കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും കായിക മേഖലയുടെ താൽപര്യം വളർത്തുകയും വേണം. പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി പ്രൊജക്ടുകൾ തയ്യാറാക്കി CSR ഫണ്ട് ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡെന്നി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളെയും യുവാക്കളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്മി ജെറാൾഡ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനായി കോർപ്പറേഷന്റെ എല്ലാ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തു. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് പി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ബിനോയ് ജോസഫ്, ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM അബൂബക്കർ, അഡ്വക്കേറ്റ് EM സുനിൽകുമാർ, ബിന്ദു മനോഹരൻ, AP ഉദയൻ, ശിവശങ്കർ രഘു, ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് S നായർ, സജീവൻ G, എൽദോസ് P, എബി എന്നിവർ സംസാരിച്ചു. ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോയ് പോൾ സ്വാഗതവും ട്രഷറർ VA മൊയ്തീൻ നൈന IRS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.